ഹലോ അസ്സാം വലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇങ്ങനെ ചോദിച്ചു തുടങ്ങിക്കണ് പുട്ട് ചൂടാൻ മറന്നോ? അപ്പം മറന്നിട്ടില്ല കേട്ടോ മക്കളെ. അപ്പം ഇന്ന് പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ നെല്ലുത്തേരി ഉണ്ടല്ലോ രസം പിടി നിട്ടണേ, അത് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നല്ലോണം കേകിക്കാണ്ട് പിറ്റേന്ന് നല്ലോണം കേകിയിട്ട് ഓട്ടപ്പാത്രത്തിലാണ്ട് ഊറ്റി വെച്ചിട്ട് നമ്മൾ എന്താട്ടി നിസ്കരിച്ചാൻ പോയി കേട്ടോ. സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിന് വെള്ളമൊക്കെ ചോർന്ന് വന്നിട്ട് ഞാൻ നല്ലൊരു തുണിയിലാണ്ട് വിരിച്ച് വെച്ചിക്കണ്. അപ്പം ഇന്ന് പുട്ടും പഴവും ആക്കാന്ന് എഴുതിട്ടോ. അപ്പം നമ്മളെ വലിയോന് എന്തെങ്കിലും ഒരു ചാറും വേണം. അപ്പം ഞാൻ എന്താട്ടി രണ്ട് കേങ്ങും തക്കാളി അരിഞ്ഞാണ് ചാറക്കാൻ വേണ്ടി വെച്ചിക്കണം കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചിക്കണേ. അങ്ങനെ നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ച് നിൽക്കണേ. അപ്പം നമ്മൾ എന്താട്ടി നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ ആയി വരുമ്പോഴത്തേന് നമ്മളെ തുണിയിൽ വിരിച്ച് പരത്തിയിട്ട് നമ്മളെ അരി ഉണ്ടല്ലോ അതൊന്ന് വെള്ളമൊക്കെ ഇതായി വന്നക്കൂട്ടോ, വറ്റി വന്നക്കും വളർന്ന് വന്നക്കൂട്ടോ. അപ്പം നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സി ഇങ്ങനെ കുറച്ച് നേരം ഓഫാക്കി ഇടുക, പിന്നെ ഓണാക്കി ഇടുക, അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പൊടിയിലാന്നൊന്നും കരുതണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊടി കേട്ടോ. അപ്പോൾ കണ്ടല്ലേ നമ്മളെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ നല്ല അടിപൊളിയായി വന്നിക്കണേ. അപ്പം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ തിജ്ജ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ തിജ്ജ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ പുട്ട് ചുട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ പുട്ട് തന്നെ കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതുണ്ടാവും ഇനി വറുക്കാതെയൊക്കെ പുട്ടിൻ്റെ പൊടി നന്നാവുമോ, നല്ല പുട്ടേക്കാരം. അപ്പം അങ്ങനെ തിജ്ജൊക്കെ കത്തി നമ്മളെ പുട്ടും തൂക്ക് ഞാൻ വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ പുട്ടും തൂക്ക് ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ മുന്നേയൊക്കെ പറഞ്ഞേക്കണം നമ്മളത് തറവാട് പെരേന് കേട്ടോ. ആദ്യം ഓടിട്ടൊരു പെരേന്. അപ്പോൾ അത് പൊളിച്ചുകാണ്ട് പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ പഴയ പാത്രങ്ങളാണ് കേട്ടോ. തറവാട്ട് പേരല്ലേ, അപ്പോൾ ആ തറവാട്ടത്തെ പാത്രങ്ങളെല്ലാം ഉണ്ടാകുക. അപ്പോൾ പിന്നെ ഈ പുട്ടും തൂക്കും കുറ്റിയും അങ്ങനെയല്ലാണ് കേട്ടോ, പഴയതാണ്. അപ്പോൾ പിന്നെ എന്താണെന്നറിയോ, ഇപ്പം ഞാൻ ഇതുണ്ടായിട്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇത് വെറുതെ അവിടെ മൂലൊക്കെ കിടക്കൂലേ. അപ്പോൾ ഇതിൽ ചുട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കാര്യം നടന്നാൽ പോരെ. നമുക്ക് പുട്ട് ചൂടും ചെഞ്ചാൽ ഒരു കുഴപ്പമില്ല, നല്ല പുട്ട് തന്നെ ഇക്കാരം കേട്ടോ. അപ്പം നമ്മളെ അത് ഒഴിവാക്കാൻ തോന്നായിട്ടാണ് കേട്ടോ ഞാൻ ഈ പുട്ടും തൂക്കും പിന്നെ അതേമാതിരി നമ്മളെ ചെമ്പട്ടിയും ഒക്കെ കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതന്നെ എടുക്കണേ കേട്ടോ. പിന്നെ ഉണ്ടായിക്കൊണ്ട് വേറെ ഒന്നും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളെ പുട്ട് ഇതുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. പക്ഷേ എങ്കിലും ഒന്ന് ചെളുക്കെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളാ പൊടി ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം കമ്മിയുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ആദ്യം ചുട്ട പുട്ട് ചെളുക്കെടുത്തോണ്ട് നമ്മൾ കുറച്ച് വെള്ളം പാർന്നിട്ട്, വെള്ളം പാരല്ല കേട്ടോ, വെള്ളം കുടഞ്ഞുകാണ്ട് രണ്ടാമതും ഒന്ന് ചുറ്റെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നോട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം ചുട്ട പുട്ടുണ്ടല്ലോ അത് ഞാൻ ഗ്യാസ് റോൾക്ക് ഇടുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മളെ കേങ്ങും തക്കാളിയൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തുള്ളി തേങ്ങ അരച്ച് പാർന്നിക്കണം കേട്ടോ. പിന്നെ ഞാൻ ജീരുള്ളിയും കരിയപ്പും ഇട്ടിക്കാണ്ട് തൂമിച്ച് പാരുന്നുണ്ട്. അപ്പം വലിയവന് ചാറ് വേണം പുട്ടുക്ക്. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയതാണ്. ഇച്ചും തന്നെ ചാറുണ്ടായ നല്ല തൃപ്പതി കേട്ടോ. പഴമായ കുഴപ്പമില്ല, പിന്നെ തിന്നൂല കഴിച്ചാൽ തിന്നു കേട്ടോ. പിന്നെ മിന്നുട്ടിക്കും സനുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളുണ്ടല്ലോ കണ്ടപ്പോൾ രണ്ടാമത്തെ പുട്ടുണ്ടല്ലേ, നമ്മൾ പൊടിയിൽ വെള്ളമൊക്കെ പറന്ന് കുഴച്ചെടുത്തപ്പോൾ നമ്മളെ പുട്ടുണ്ടല്ലേ നല്ല ഉസാറായിട്ട് വന്നിക്കണം, ചെളുക്കെടുക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ പുട്ട്. അങ്ങനെ നമ്മൾ ചായക്ക് മധുരം ഇട്ട് കൊടുത്തിട്ടില്ലേന് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി പിന്നെ മധുരം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം മറന്നതല്ല, പിന്നെ പാത്രത്തേക്ക് പിന്നെ പഞ്ചാരയൊക്കെ വേറെ രീതിയിൽ നിന്ന് എടുക്കേണ്ടീനി. അപ്പോൾ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോറ്റിനില്ല വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഒരു വിരുന്നേർത്തിയാളുണ്ട് കേട്ടോ. അപ്പം മൂത്തച്ഛൻ്റെ കുട്ടികളുണ്ട്. അപ്പം താത്താൻ്റെ കുടിയേക്ക് പോയിനി. അപ്പം കുട്ടികളങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓലും ഉണ്ട്. അപ്പോൾ ഓൽക്ക് ഞാൻ ഓൽക്കും പിന്നെ സനുവിനും മിന്നുട്ടിയും ഒക്കെ ഓൽക്കൊക്കെ ചായ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ, മദ്രസക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഓരോ കണ്ടും പുട്ടും പിന്നെ പഴവും വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പം പഴം ഞാൻ പാത്രത്തേക്ക് ആദ്യം വെക്കട്ടെ എഴുതി, പിന്നെ വേണ്ട വിചാരിച്ചിട്ടോ. കാരണം ഇപ്പം നിപ്പയൊക്കെ അല്ലേ, നിപ്പ വൈറസ്. അപ്പം നമ്മളാ വായക്കമ്മലൊക്കെ നമ്മളെ വവ്വാലൊക്കെ വന്ന് കുത്തിർന്നുകൊള്ളോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനത് അതിക്ക് വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അപ്പം വലിയോളം അറിഞ്ഞിച്ചിപ്പം വേണ്ട മേമ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓളെ പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ സനുവിനും മിന്നുട്ടിൻ്റെയും ബാഗക്ക്
ഓലെ ബുക്കും ബോക്സിലൊക്കെ പെൻസിലും ഇതൊക്കെ ഉണ്ടോ നോക്കി ഒക്കെ എടുത്ത് വെച്ചുകാണ്ട് ഓലിക്കൊക്കെ ചായ കൊടുത്ത് ഓല് മദ്രസക്ക് പോകാണ് കേട്ടോ. അങ്ങനെ സാനും മിന്നുട്ടി നമ്മളെ ഇഷമോളും ഉണ്ട് കേട്ടോ അതാക്കണ്. അങ്ങനെ ഓല് പോകാണ് കേട്ടോ. പിന്നെ മിയ ഉണ്ട്, സിയ ഉണ്ട്, ഓലെല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും പോയിക്കണം കേട്ടോ. അപ്പോൾ സിയ മിയൊക്കെ ചങ്ങാഴ്ചകളാണ് കേട്ടോ ഓലെ. പിന്നെ ഇഷമോളി നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ ചാറ് എടുത്ത് വെച്ചിക്കണ്, പഴം എടുത്ത് വെച്ചിക്കണ്, പിന്നെ ചായയും പറഞ്ഞ് നമ്മൾ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാറ് പറഞ്ഞിരിക്കണം കേട്ടോ. ഓളും തന്നെ ചാറ് പറഞ്ഞിരിക്കണേ, ഓള് പഴം പിന്നെ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാറൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുട്ട് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ ചാറൊക്കെ പറഞ്ഞിട്ട് ചായ അടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഓള് സ്കൂളിൽ പോയി കേട്ടോ. അപ്പോൾ അതാക്കണേ ഓള് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടി ഓലെ മദ്രസക്കോ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഞാൻ പാത്രം മോറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ പാത്രങ്ങളൊക്കെ ഓരോന്ന് മോറി വെക്കണുണ്ട്. പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, രാവിലെ കേങ്ങ് എടുത്തപ്പോഴാണ് ഒരു കേങ്ങ് നാശമായി കിടക്കണുണ്ട്. അപ്പം ഞാൻ കരുതി അതൊന്ന് കുഴിച്ചിട്ടാൽ ചിലപ്പോൾ മുളക്കുകയാണെങ്കിലോ എഴുതിക്കാണ്ട് ഞാൻ എന്താട്ടി ഒരു കവർ ഉണ്ടായി കേട്ടോ, അതിലൊരു കുജ്ജുത്തിക്കാണ്ട് ഞാനതയ്ക്ക് വെച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ എന്താ മുളക്കുകയാണെങ്കിൽ മുളക്കട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ ചീഞ്ഞ് പോവുകയാണെങ്കിൽ പോവുകയും ചെയ്തോട്ടെ എഴുതിയിട്ട് വലിച്ചെറിയണ്ടല്ലോ എഴുതിക്കാണ്ട് അങ്ങനെ ഞാൻ ഒരു കുജ്ജുത്തിക്കാണ്ട് വെച്ചതാണ്. നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ, ഒരു കുജ്ജത്തണ്ട ഇതല്ലേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ട് വന്നുകാണ്ട് പിന്നെ ഞാൻ തിരുമ്പാല്ലതൊക്കെ മെഷീനിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം കൂടുമ്പോഴാണ് തിരുമ്പൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, മഴ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മ തിരുമ്പൽ കുറവായത്. അല്ലെങ്കിൽ മെഷീനിലാവുമ്പോൾ എന്താണെന്നറിയോ, ഒന്ന് ഉണങ്ങി കിട്ടും ചേച്ചു. അപ്പോൾ പിന്നെ നമ്മൾ അതിലുമ്മ കൊണ്ടിട്ടാൽ പിന്നെ ഒന്ന് കാറ്റിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വായക്കൊലല്ലെന്നേ കെട്ടി തൂക്കിയതാണ്. വായക്കൊലയും വായൊക്കെ എന്നോ പോയി, കയറിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ സ്കൂൾക്ക് പോകുമ്പോൾ വെള്ളം ഒക്കെ കുപ്പിയിലാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ തലേന്ന് തിളപ്പിച്ച് വെച്ചിന് കേട്ടോ. അപ്പം തലേന്ന് തന്നെ അല്ലെങ്കിൽ ചൂടാറില്ലല്ലോ. അപ്പം ചൂടുവെള്ളമായവർക്കൊന്നും പറ്റൂല. അപ്പോൾ അതിനാണ് ഞാൻ തലേന്ന് തിളപ്പിച്ച് വെച്ചത്. അങ്ങനെ നമ്മൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ എന്താ കൂട്ടാൻ വേണ്ടി വെച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അച്ചാറ് മതിയായി കാരണം. അപ്പോൾ ഞാൻ കേങ്ങ് പൊരിച്ചാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അച്ചാറ് മതിട്ടോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരിക്കൽ 3 ആക്കും അച്ചാറാക്കിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ തന്നെ ആക്കിക്കണം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ സ്കൂളിൽ ചോറുന്നായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ തരുമോ ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഒരുക്കുമ്പാടെ കണ്ടുകാണ് കുറച്ച് അധികം ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഓലും തന്നെ ഓലത്തൊക്കെ ബാഗൊക്കെ ആക്കി പിന്നെ സനു ഇതാക്കണം പോകണം കേട്ടോ. അപ്പോൾ ഇപ്പം മാസ്ക് നിർബന്ധമാക്കിക്കണല്ലോ സ്കൂളിലെ. അങ്ങനെ സനുവിനെ പറഞ്ഞേച്ച് പിന്നെ ഒരു 2 ആളും മദ്രസ ഇട്ടെന്ന് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. മിന്നുട്ടി ഇഷമോളും ഇനി ഓല പറഞ്ഞേക്കണം. അപ്പോഴത്തേനും ഓല ചായയോട് കഴിയുമ്പോഴത്തേനും ഞാനൊരു കറുത്തക്കായ ഉണ്ടായിനി, അത് ചാറക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് തോലൊക്കെ ചെത്തിയിട്ട് പിന്നെ അരിഞ്ഞെക്കണുണ്ട് കേട്ടോ. അപ്പോൾ കറുത്തപ്പോൾ ചാറച്ചിട്ട് കുറേ ദിവസം അയക്കണേ, കുറേ ദിവസം പറഞ്ഞാൽ കുറേ അയക്കണം കേട്ടോ. കറുത്ത ചാറച്ചിട്ട് കിട്ടിയിട്ട് തന്നെ അല്ലേ ഇനി. അപ്പോൾ ഇതിപ്പം താഴത്തുനിന്ന് മൂത്തച്ഛൻ്റെ ഒന്ന് തന്നതാണ് കേട്ടോ താത്ത. അങ്ങനെ അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ചോറ്റിന് വെച്ചിന് വെള്ളം ഉണ്ടല്ലോ തിളച്ച് തന്നീന്. അപ്പോൾ ഞാൻ അതിക്ക് അരിയിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ ഓലെ കുട്ടികളെ ചായയുടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓലെ മാറ്റിച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓലെ മാറ്റിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷമോള് ഒക്കെ മാറ്റി ഞാനോക്ക് മാസ്കൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ടീച്ചർമാർ പ്രത്യേകം പറഞ്ഞിരിക്കണം മാസ്ക് ഇല്ലാതെ കുട്ടികളെ പറഞ്ഞേക്കത് സ്കൂൾക്ക്. അങ്ങനെ ഓല് മാറ്റി നിന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ചോറ് വെന്തിക്കണോ നോക്കുകയാണ്, വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഓല് പറഞ്ഞ് മേമ പോവുകയാണ്, അസ്സലാമു അലൈക്കും, മച്ചിയെ പോവുക അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓല എല്ലാവരും ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം സ്കൂൾക്ക് പോകാനും മദ്രസക്ക് പോകാനൊക്കെ ഒരു തുണക്കത്തിയാളുണ്ട് കേട്ടോ. അപ്പോൾ ഓലിങ്ങനെ ചോദിച്ചാണ് വീഡിയോ എന്നാ ഇടുക എന്നാണ് കേട്ടോ അപ്പോൾ ചോദിച്ചിട്ട് മക്കൾ. അപ്പോൾ അങ്ങനെ ഞാൻ അത് പറഞ്ഞ് ഓലങ്ങനെ പോയിട്ടോ. അപ്പോൾ കറുത്ത വെക്കണത് ഞാൻ പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് വെള്ളത്തിൽ വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അരക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മളെ രാവിലത്തെ ചാറുണ്ടല്ലോ അതൊന്ന് തിളപ്പിച്ചേക്കാന്ന് കരുതിയിട്ടുണ്ടോ. അപ്പോൾ ഞാനും ജീനും ഓള് മാത്രം കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചാറ് ബാക്കിയാണ്, ഇത് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്താട്ടി നേരം തിളപ്പിച്ച് വെച്ചാണ് കേട്ടോ. എന്നിട്ട് പിന്നെ തണുത്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നാളെ ചാറക്കൂലേ, ചാറ് വെക്കുകയാണെങ്കിൽ കൂടെ പാര, അല്ലെങ്കിൽ അതന്നെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ തിളപ്പിച്ചേക്കണേ, നാസാക്കി കളയണ്ടല്ലോ. ഇച്ചാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ അതേമാതിരി ചോറ് തലേന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചാറ് അതൊക്കെ ചിന്താച്ച് വല്ലാത്ത പൊറുതിയേടാണ്. അപ്പോൾ കജ്ജണതും ഞാൻ അതെന്തെങ്കിലുമൊക്കെ കാട്ടിക്കാണ്ട് എടുക്കും കേട്ടോ.
അന്നല്ലേ നമ്മൾ കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ചാറൊക്കെ തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടുകൊണ്ട് വെക്കണതാണ്. അതൊക്കെ ഇങ്ങോട്ട് തൊടുവൊക്കെ എന്തുമ്പോൾ വല്ലാത്തൊരു നെഞ്ഞിനൊരു കുത്തലാണ് കേട്ടോ. അങ്ങനത്തെ അപ്പോൾ കജ്ജണതും ഞാൻ ഒഴിവാക്കൂല, ഒക്കെ ഞാൻ എടുക്കലുണ്ട് കേട്ടോ. അത് പിറ്റേന്ന് വെക്കണ ചാർക്കൊക്കെ ആക്കിക്കാണ്ടൊക്കെ അങ്ങനെ പാർന്നുകാണ്ടൊക്കെ എടുക്കലുണ്ട്. ഞാൻ അങ്ങനെ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചാറ്റക്കില്ല തേങ്ങ അരക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ജീരുള്ളിൻ്റെ പൊണി ഇട്ടിക്കണം കേട്ടോ ചാറ്റക്ക്. അപ്പോൾ നമ്മളെ കറുത്തൊക്കെ നല്ലോണം ഒന്ന് ഞാൻ ഉടച്ച് പാർന്നിക്കണം. അതിൽ കുറച്ച് തേങ്ങയും പാടെ പാർന്നു. എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കി എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കടുവും കരിയേപ്പും പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചാറ് റെഡി ആയിക്കണേ. ഇവിടെ പിന്നെ ഏത് ചാറുണ്ടാക്കിയിട്ടും കാര്യമില്ല, സനുവിനും മീനുട്ടിക്കും പറ്റൂല. അപ്പം ഞാൻ കടുകൊക്കെ പൊട്ടിച്ചു നമ്മളെ കുക്കർക്ക് തന്നെ പാർന്നു കൊടുക്കണം കേട്ടോ. ഇനി കൂട്ടാനിപ്പോൾ എന്താ വിചാരിച്ചാൽ ഉച്ചക്കും കൂടി ഒപ്പിച്ചാലൊരു മീനുണ്ട്. ഇന്ന് ഉച്ചക്ക് അയിമണ്ട് ഒപ്പിച്ചാൽ പിന്നെ ഇപ്പം ഞാൻ എന്താന്ന് കരുതി നിന്നപ്പോഴാണ് നമ്മളെ പയറുണ്ടല്ലോ അയിമെന്നുണ്ടല്ലോ നല്ല തൂമ്പ് നോക്കിയിട്ട് ഞാൻ എടുക്കണുണ്ട് കേട്ടോ. പയറ്റിൻ്റെ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് പോലും. അപ്പം ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല ഇനി. അപ്പം ചെറിയ നാത്തും പറഞ്ഞേ പയറ്റിൻ്റെ ഉപ്പേരി വെച്ചാൽ രസമാണ്. അപ്പം ഞാൻ എന്താട്ടി ഇളയത് നോക്കി കണ്ടൊന്ന് ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കർക്കിടകത്തിലുണ്ടല്ലോ 10 ഇല വെച്ച് കണ്ട് ഉപ്പേരി വെക്കണം പോലും നല്ലതാണോ. പക്ഷേ നമുക്ക് 10 ഒന്നുമില്ല, ഞാൻ ഒന്ന് വെച്ചിട്ട് ഉപ്പേരി വെക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ പയറ്റിൻ്റെ ഇലയൊക്കെ കൊടുന്ന് ഞാൻ കേൾക്കണുണ്ട് കേട്ടോ. നല്ലോണം കേൾക്കണുണ്ട്. നമുക്ക് ഇപ്പം ഒക്കെ എടുക്കാൻ പേടിയാണ്. ഈ നിപ്പ വൈറസ് ഉണ്ടായതുകൊണ്ട് വലാവലാളും അയിമ കൂടെ എന്താ പറന്നുക്കണമെന്നും ഐറ്റങ്ങളതൊക്കെ അയക്കണമെന്നൊന്നും ഇപ്പം നമുക്ക് അറിയില്ലല്ലോ. അപ്പം നല്ലോണം ഒന്ന് കേകി ഓരോ ഇല എടുത്ത് കണ്ട് തന്നെ നമ്മൾ കേകി എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ കട്ടിങ് ബോർഡമേ വെച്ചിട്ട് അരിയാണ്. അപ്പോൾ പയറ്റിൻ്റെ ഉപ്പേരി വെക്കുമ്പം ഇളയ ഇല എടുത്ത് വെക്കണം, അപ്പോഴേ രസമുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ പയറ്റിൻ്റെ ഇലയൊക്കെ ഇതാക്കണം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പയറ്റിൻ്റെ ഇലയൊക്കെ അരിഞ്ഞു എന്താക്കണം നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അയക്കുണ്ടല്ലോ പച്ചമുളകും പിന്നെ ജീരുള്ളിയും തേങ്ങയും ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരു തുള്ളി തേങ്ങയും പിന്നെ ജീരുള്ളിയും ആദ്യം ഒന്ന് ഇട്ടുകാണ്ട് ചതക്കും. എന്നിട്ട് പിന്നെ മറ്റേ തേങ്ങ ഇട്ടുകാണ്ട് ഒന്നും കൂടി ഒന്ന് കറക്കും കേട്ടോ. അപ്പോൾ അതെന്തിനാ വെച്ചാൽ ആദ്യം ഇട്ടതുണ്ടല്ലോ ഒന്ന് നല്ലോണം അരിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അത് എഴുതിയിട്ടാണ് രണ്ടാമും ഇട്ട് കൊടുത്തുകാണ്ട് ചതക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ അങ്ങനെ കാണണം, അതുകൊണ്ടാണ് അങ്ങനെ കാട്ടിയത്. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചു. നമ്മൾ ആ തേങ്ങയും ഇതൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ അതായി ഇട്ട് കൊടുത്തിക്കണേ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളെ പയറ്റിൻ്റെ ഇലയ്ക്ക് ഇട്ട് കൊടുത്തിക്കണേ. ഇപ്പം ചട്ടി നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നായിട്ടോട്ട് ചുങ്ങിയിട്ടൊരു പോങ്ങ ഉണ്ടാവുള്ളൂ, ഒരു തുള്ളി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനുണ്ടല്ലോ ഒക്കെ ഇളക്കി കൊടുത്ത് കണ്ടോ. ഇപ്പോൾ ഒരു പോങ്ങയുള്ളൂ കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ പോങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് എന്നാണ് പറഞ്ഞത്, അതാണ് ഇപ്പോൾ ഞാൻ രണ്ടാമോ പിന്നെ തിരുത്തി പറഞ്ഞു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ ഒരു തുള്ളിയായി. അപ്പം അങ്ങനെ നമ്മളെ ഉപ്പേരിയൊക്കെ നല്ല റെഡിയായി വന്നിക്കണം കേട്ടോ, സൂപ്പറായിക്കണം. അപ്പം ഉണ്ടല്ലോ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ അങ്ങനെ കാണുമ്പോഴേ മുരിങ്ങ ആയാലും ചീര ആയാലും ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ചോറ് ഇങ്ങനെ തിന്നാൻ പോതിയ. കാരണം ഇതിങ്ങനെ കുഴച്ചിട്ട് മാത്രം ചാറൊന്നും പാരാതെ ഇത് മാത്രം വേവിച്ചാണ്ടല്ലോ കുഴച്ചിങ്ങനെ വേവിച്ചാൽ എന്ത് രസമാണെന്നറിയാം. അപ്പം അതിങ്ങനെ കണ്ടപ്പം വല്ലാത്തൊരു പൂതിട്ടോ, വല്ലാത്തൊരു നോണ, പൂതിയല്ല എന്ന് പറയാം, നോണ. അപ്പം ഉണ്ടല്ലോ ഞാൻ ആ പയറ്റിൻ്റെ ഇലയും കൂട്ടിയിട്ട് ഒരു തുള്ളി ചോറ് ഞാൻ വേവിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ നമ്മളെ പയറ്റിൻ്റെ ഇല ഉപ്പേരി വെച്ചിട്ട്. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനും സനുവിനും മിന്നുട്ടിക്കും വേണ്ട, പിന്നെ ഞാനും ജീനും പാടെ തിന്നണം, ഞങ്ങൾക്കേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളുണ്ടല്ലോ അതങ്ങനെ പയറ്റിൻ്റെ ഇല ഉപ്പേരിയൊക്കെ വെച്ച് തുള്ളി ചോറൊക്കെ തിന്ന് പിന്നെ നമ്മൾ എന്താട്ടി വീതനയൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ കുളിച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോറ് തിന്നിനെ പയറ്റിൻ്റെ ഇലയും കൂട്ടി ചോറ് തിന്നില്ലേ ഉപ്പേരി, അതും കൂട്ടി വേവിച്ചത് ഒരു 10-11 ആകുമ്പോഴാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതിപ്പോഴും ചോറ് തിന്നാനായത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചോറ് വെച്ചിരുന്നത് 1:30 കഴിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതണ്ട ഓളെ പള്ള എന്തൊരു പള്ളയാണെന്ന് നിങ്ങൾക്ക് ആരും കരുതണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ നമ്മൾ പയറ്റിൻ്റെ എൻ്റെ ഉപ്പേരി ഇട്ടിട്ടല്ല ചോറ് വെച്ചത്. ഇപ്പോൾ കറുത്തൻ്റെ ചാറൊക്കെ അല്ലേ. പിന്നെ ഉണ്ടല്ലോ മീൻ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ട് വേവിച്ചാൽ എന്ത് രസമാണെന്നറിയാം. ഇങ്ങനത്തെയൊക്കെ ഓരോ നോണിയാണ് കേട്ടോ, നല്ല രസമാണ് ഇങ്ങനെ ചോറ് വെച്ചാൽ. വേവിച്ചാത്തോലുണ്ടെങ്കിൽ ഒന്ന് വേവിച്ച് നോക്കണ്ടിട്ടോ. ഒരാളും പിന്നെ ഈ മീൻ ചട്ടി ഒന്നും കേകി കളിയില്ല, അതേമാതിരി ഇറച്ചിച്ചട്ടി ഒന്നും കളിയില്ല. ഇനി വേവിച്ചാത്തോല് അങ്ങനെ ഒന്ന് വേവിച്ച് നോക്കണ്ടി. അപ്പോൾ അതാക്കണേ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.
നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകണോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ വരാം ഇൻഷാ അല്ലാ.